whatever the decision you take it, you should stick on with your decision. Take a support. If you are a spiritual man, if you believe in God, you fear God, you do that. നമുക്ക് കുറേ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ ഹാപ്പി ആയിരിക്കുമോ? What do you think? ഒരിക്കലുമില്ല. എംപ്ലോയി 8 മണിക്കൂർ 10 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഐ നീഡ് ടു വർക്ക് അറ്റ്ലീസ്റ്റ് 12 hours. എന്താണ് ഒരു ബിസിനസ്സുകാരൻ്റെ ഡെയിലി റുട്ടീൻ? Our way of approaching to people and to the universe and to the technology will change. Accountability, integrity, stick with the decision, whatever you made. ടെക്നോളജി ഫീൽഡിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. ഇപ്പം കൂടുതലായിട്ടും നമ്മളെല്ലായിടത്തും കാണുന്നൊരു കാര്യമാണ് AI. AI പറ്റിയിട്ട് എല്ലാവർക്കും അറിയാം. പക്ഷേ ചേട്ടൻ്റെ അഭിപ്രായത്തിൽ ഈ AI നമ്മുടെ ഇന്നത്തെ ഒരു ജീവിതത്തെ അല്ലെങ്കിൽ നമ്മുടെ ഈ ബിസിനസ്സിനെ എങ്ങനെ ബാധിക്കും? എന്താണ്, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ഉറപ്പായിട്ടും AI is the future. It will give you multiple opportunities. So what it's actually going to happen, the human race is going to be upgraded himself. നമ്മൾ ഇന്ന് നിൽക്കുന്ന തലത്തിലായിരിക്കില്ല ഹ്യൂമൻ ഗോയിങ് ടു ബി, ബിക്കോസ് ഹീ ഹാവ് ടു ഗോ ടു ദ നെക്സ്റ്റ് ലെവൽ എബവ് ദ AI ലെവൽ. സോ ആ ഒരു ചലഞ്ച് എപ്പോഴും അല്ലെങ്കിൽ അഡാപ്റ്റീവ് ടു ദ സിറ്റുവേഷൻ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ സക്സസ് ആണ്. അതുകൊണ്ടാണ് ഇന്ന് ഹ്യൂമൻ ബീയിങ് എവിടെ ആയിരിക്കുന്നോ ഈ സിറ്റുവേഷനിലായിരിക്കാനുള്ള കാരണം. സോ ഐ ബിലീവ് ഇൻ ദാറ്റ്. സോ വെൻ AI comes, the sudden growth or the change in the world which is going to happen become a challenge for human beings, and human beings always an adaptive person, so they will overcome that in much better position. So it's not going to be effect on your job. Yes, it can happen, but much better opportunities will be created than what is going to lose. So we should be good enough to take that challenge. So as long as you are ready to take that challenge, I think this is going to be a good. നമ്മൾ പേടിക്കേണ്ടതില്ല, പക്ഷേ നമ്മൾ ഒപ്പം തന്നെ ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മുടെ it will be a challenge. Yes. നമ്മുടെ നോളജ് കൂട്ടുക, ജോബ് നിങ്ങൾ പറഞ്ഞ പോലെ ജോബിനകത്തുള്ള ഓപ്പർച്യൂണിറ്റീസ് ഡിഫൈൻ ചെയ്യുക. ഇറ്റ് ഷുഡ് ബി റീഡിഫൈൻഡ്. ഇന്ന് നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി തന്നെ ആയിരിക്കണം എന്നില്ല, അങ്ങനെ നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. സോ ഇറ്റ് ഷുഡ് ബി റീഡിഫൈൻഡ്. സോ എവറിത്തിങ് വിൽ ബി റീഡിഫൈൻഡ്. Even our way of thinking, our way of living, our way of approaching to people and to the universe and to the technology will change. So everything will be redefined എന്നുള്ള കാര്യം ഇറ്റ്സ് എ ട്രൂത്ത്. ഓക്കെ, അപ്പം അടുത്തൊരു ക്വസ്റ്റിലേക്ക് കടക്കുകയാണെങ്കിൽ, വാട്ട് ആർ ദ കോർ വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ദാറ്റ് യു നെവർ കോംപ്രമൈസ്ഡ്? കോർ വാല്യൂസ് എന്നെ സംബന്ധിച്ച് അക്കൗണ്ടബിലിറ്റി, ഇൻറ്റഗ്രിറ്റി, പിന്നെ അതുപോലെ തന്നെ സ്റ്റിക്ക് വിത്ത് ദ ഡിസിഷൻ വാട്ട് എവർ യു മെയ്ഡ്. ഈ മൂന്നുമാണ് ഞാൻ ഫോളോ ചെയ്ത കോർ വാല്യൂസ്. അത് അറ്റ് എനി പോയിൻ്റ് ഓഫ് ടൈം ഐ ട്രൈ ടു സ്റ്റിക്ക് വിത്ത് ഇറ്റ്. അതിന് ചിലപ്പോൾ എനിക്ക് പല നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്, നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ അത് നോക്കാറില്ല. കാരണം അത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസിനെ സംബന്ധിച്ച് അതിനേക്കാൾ വാല്യൂ ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങളിലും സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതാണ്. അപ്പോൾ അതാണ് എൻ്റെ ലൈഫിൽ എന്നെ സംബന്ധിച്ച് 3 കോർ വാല്യൂസ് ഐ ഓൾവേസ് ട്രൈ ടു ഫോളോ. അതെങ്ങനെ ഹെൽപ്പ് ചെയ്തു? ഫോർ എക്സാമ്പിൾ, ഡിസിഷൻ എടുക്കുന്ന ഒരു കാര്യത്തിനകത്ത് നമ്മളൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഡിസിഷൻ എടുക്കാൻ പലപ്പോഴും എനിക്ക് ചലഞ്ചിങ് ആണ്. ഐ ടുക്ക് ടൈം, ഐ കീപ് സൈലൻസ് ഫോർ സം ടൈം, അറ്റ്ലീസ്റ്റ് മേ ബി 1 day 2 day, ദെൻ ഐ ടേക്ക് ഡിസിഷൻ, ഗോ ഹെഡ് അല്ലെങ്കിൽ നോട്ട് ടു ഗോ എന്നുള്ളത്. ആ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഐ ഡോണ്ട് തിങ്ക് ബാക്ക്, അയ്യോ ഞാനത് എടുത്തില്ലല്ലോ, തീരുമാനിച്ചില്ലല്ലോ, ചെയ്തില്ലോ എന്നുള്ളത്. ഇൻ ബാക്ക് ഓഫ് മൈ മൈൻഡ് ഇറ്റ് വിൽ ബി ഹാപ്പനിങ് ഇറ്റ്, പക്ഷേ ഇറ്റ് വിൽ നോട്ട് കം ഇൻ ദ ഫ്രണ്ട്, ബിക്കോസ് ഐ നോ ഐ ഷുഡ് നോട്ട് ഡു ദാറ്റ്. അപ്പോൾ ഡിസിഷൻ എടുക്കുന്നതിനേക്കാൾ മുമ്പ് പ്രോൺസ് ആൻഡ് കോൺസ് ഐ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ദെൻ വൺസ് ഐ ടേക്ക് ദ ഡിസിഷൻ ഐ ആം റെഡി ടു ഫേസ് ബോത്ത്. അപ്പോൾ ആ ആംഗിളിലാണ് ഞാൻ എപ്പോഴും മുന്നോട്ട് പോവുക. എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസിഷൻ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാറ്? യെസ്, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ഡിസിഷൻ ഒരു തീരുമാനം എടുക്കേണ്ട കാര്യം മുന്നിലേക്ക് വരുമ്പോൾ ഞാൻ പലപ്പോഴും ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കും. മേ ബി ബിഫോർ സ്ലീപ്പിംഗ് ഓർ ബിഫോർ while I am doing something, in back of my mind this is asking myself. Then I will evaluate lot of factors. അതിൻ്റെ വരായകകൾ,
how it is going to affect me personally, how it is going to affect my business, how it is going to affect my family, how it is going to affect the future of my business career. അതിന് ശേഷമാണ് ഞാൻ ഒരു ഡിസിഷനിലേക്ക് കൺക്ലൂഷൻ എത്തുന്നത്. അപ്പോൾ ഞാൻ പണ്ടൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വിൽ റൈറ്റ് പ്ലസ് ആൻഡ് മൈനസ്. ദെൻ പ്ലസ് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ ഐ എം കൺവിൻസ്ഡ് ടു ടേക്ക് എ ഡിസിഷൻ, മുന്നോട്ട് പോകാം എന്നുള്ളത്. യെസ് യെസ്, ഇനിഷ്യലി ഐ വാസ് ഡൂയിങ് ഇറ്റ്. ഇനിഷ്യലി ഐ ലിറ്ററലി ഡൺ ഇറ്റ്. ദെൻ അതിനകത്ത് കൂടുതൽ പോയിന്റ് കിട്ടുന്നതിൻ്റെ കൂടെ ഐ വിൽ ടേക്ക് എ ഡിസിഷൻ, യെസ് more points are on the positive side, so let's go for it. But I know equally I have the negative points, maybe 1 or 2 point less, but still I am advantage that I am 2 points higher than the negative. So I say okay, I will go ahead with it. But so at a particular point of time vare engilum I am aware about what is the other side of this positive, അല്ലെങ്കിൽ നെഗറ്റീവ് എന്തൊക്കെയാണ് സംഭവിക്കാമെന്ന്. Yes, of course there is a negative. അത് അറിഞ്ഞു വെച്ചിട്ട് തന്നെയാണ് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഇത് തീരുമാനിക്കുക, എന്നിട്ട് കൺക്ലൂഷനിലേക്ക് എത്താം. ദെൻ റെസ്റ്റ് ഓഫ് ദ തിങ് ആ ഡിസിഷനിലേക്ക് ഫേവർ ചെയ്യുന്ന രീതിയിൽ കൺവിൻസ്ഡ് ആക്കുക എന്നുള്ളതാണ് എൻ്റെ ചലഞ്ചസ്. അത് ഞാൻ ചെയ്യാറുണ്ട്. ഉറങ്ങുന്നതിന് മുന്നേ ഡിസിഷൻ എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു ക്വസ്റ്റ്യൻ അഡീഷണൽ ആയിട്ട് ചോദിക്കുകയാണ്. എന്താണ് ഒരു ബിസിനസ്സുകാരൻ്റെ ഡെയിലി റുട്ടീൻ? നമുക്കൊക്കെ അറിയാൻ ആഗ്രഹമുള്ള കാര്യമാണ്. നമ്മൾ രാവിലെ പോകുന്നു, ജോലി കഴിയുന്നു, തിരിച്ചു വരുന്നു, നമ്മുടെ പിന്നെ വീട്ടിലത്തെ കാര്യങ്ങൾ ചെയ്യുന്നു, കിടന്നുറങ്ങുന്നു, പിന്നെ രാവിലെ എണീക്കുന്നു. ഇത് നോർമൽ ഒരു ജോലി ചെയ്യുന്ന ആളുടെ റുട്ടീനാണ്. ഒരു ബിസിനസ്സുകാരൻ്റെ ഡെയിലി റുട്ടീൻ എന്താണ്? ബിസിനസ്സുകാരൻ്റെ ഡെയിലി റുട്ടീൻ എന്നെ സംബന്ധിച്ച് എൻ്റെ വ്യക്തിപരമായ രീതിയിൽ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജോലി വർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യകതയുള്ള ഒരാളാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതായത് എംപ്ലോയീസിനേക്കാളും പണിയെടുക്കേണ്ട ആൾ ഓണറാണ്. ഉറപ്പായിട്ടും. എംപ്ലോയി 8 മണിക്കൂർ 10 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഐ നീഡ് ടു വർക്ക് അറ്റ്ലീസ്റ്റ് 12 hours, മിനിമം ടു മിനിമം 10 hours ആയിട്ട് വർക്ക്. പക്ഷേ അതിൽ കൂടുതൽ വർക്ക് ചെയ്യാൻ വില്ലിംഗ് ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ലൈഫ് ബാലൻസിങ് ഒരു ചലഞ്ചാണ് പലപ്പോഴും. എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ അതായിരുന്നു. ഓക്കെ, അത് ശേഷം ചോദിക്കാം. അതെ, ലൈഫ് എപ്പോഴും ഒരു ചലഞ്ചാണ് എനിക്ക്. ഇൻ റിലേറ്റഡ് ടു മൈ ഹെൽത്ത്, ഇൻ റിലേറ്റഡ് ടു മൈ ഫാമിലി ലൈഫ്, ഇൻ റിലേറ്റഡ് ടു മൈ സ്പിരിച്വൽ ലൈഫ്, എവരിവെയർ ഐ ഗോട്ട് ചലഞ്ചസ്. പക്ഷേ ടച്ച് വുഡ് ആൻഡ് താങ്ക് ഗോഡ് ഐ ഗോട്ട് എ ഗുഡ് ഫാമിലി ഹൂ ഈസ് സപ്പോർട്ടിങ് മീ ഓൺ ഇറ്റ്. എൻ്റെ കുട്ടികളാണെങ്കിലും അതുപോലെ എനിക്ക് 4 മക്കളാണ്. അപ്പോൾ മക്കളാണെങ്കിലും വൈഫാണെങ്കിലും ദേ ആർ വെരി സപ്പോർട്ടീവ്. അത് ഞാൻ ലേറ്റായിട്ട് വീട്ടിലെത്തുന്ന ദിവസങ്ങളുണ്ട്, വളരെ ചുരുക്കിയ ദിവസങ്ങളാണ് ഞാൻ നേരത്തെ എത്തുന്നത്. അത് ജോബ് റിലേറ്റഡ് ആണെങ്കിലും ചിലപ്പോൾ മീറ്റിങ്ങുകൾ റിലേറ്റഡ് ആയിരിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും ഗെറ്റ് ടുഗദറുകൾ റിലേറ്റഡ് ആയിരിക്കാം, ഇൻഡിവിജ്വൽ ബിസിനസ് ടോക്കുകളായിരിക്കാം, ചിലപ്പോൾ ഒരു കോഫി മീറ്റിംഗ് ആയിരിക്കാം. പക്ഷേ ലേറ്റായിട്ട് വീട്ടിലെത്തുമ്പോഴും അത് ഉൾക്കൊള്ളാനും എന്നെ വെൽക്കം ചെയ്യാനും വിത്ത് എ പ്ലീസിങ് സ്മൈൽ വെൽക്കം ചെയ്യാനും ഒരാൾ വീട്ടിലുണ്ട് എന്നുള്ളൊരു ബോധ്യം എനിക്കെപ്പോഴും കംഫർട്ടാണ്, അല്ലെങ്കിൽ ഫീൽ ഫ്രീ മൈൻഡാണ്. ഓക്കെ, അപ്പോൾ അതെന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ ഒബിയസ്ലി വെൻ ദിസ് ഈസ് ഹാപ്പനിങ് ഓട്ടോമാറ്റിക്കലി മൈ ബാക്ക് ഓഫ് മൈൻഡ് ഈസ് ഹാപ്പി, സോ മൈ ഹെൽത്ത് ഈസ് ഓൾസോ ഓക്കെ. ബട്ട് ഐ എം നോട്ട് എ ഫ്രീ മാൻ ഓഫ് നോർമൽ ആൾക്കാർക്കുണ്ടാകുന്ന മനുഷ്യനുണ്ടാകുന്ന എല്ലാ അസുഖങ്ങളും കാര്യങ്ങളും എനിക്കുണ്ട്. പക്ഷേ സംഹൗ ഐ എം മാനേജിങ് ഇറ്റ്. ഇപ്പം എല്ലാവരും പറയുന്ന പോലെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു മാൻ്റെ ബാക്കിൽ എപ്പോഴും ഒരു വുമൺ ഉണ്ട് എന്നുള്ളത് സത്യമാണല്ലോ? സത്യമാണ്. എന്നെ സംബന്ധിച്ച് സത്യമാണ്. രാവിലെ എപ്പോഴാണ് എണീക്കുന്നത്? ഞാൻ കണ്ണ് തുറക്കുന്നത് 6 മണിക്കാണ്. ബട്ട് ഐ വിൽ ബി സ്റ്റിൽ ഓൺ ദ ബെഡ്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ഒരു ബിസിനസ് മാൻ ആകുമ്പോൾ ഉറക്കത്തിലല്ലെങ്കിലും ഒരു നോർമൽ പൊസിഷനിൽ ഇരിക്കുമ്പോൾ നമുക്ക് പല ചിന്തകളും നമ്മുടെ മനസ്സിൽ കൂടെ ബിസിനസ് റിലേറ്റഡും അല്ലാത്ത കാര്യങ്ങളും കടന്നു പോകും, ഫാമിലി റിലേറ്റഡ്, ലൈഫ് റിലേറ്റഡ് എല്ലാം. അപ്പോൾ ആ ഒരു ബെഡ്മേന്ന് കണ്ണ് തുറക്കുന്ന സമയമാണ് ഞാൻ പല കാര്യങ്ങളും എൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോകാറ്. ഈ പറഞ്ഞ പോലെ ഫാമിലി റിലേറ്റഡ് ആണെങ്കിലും ബിസിനസ് റിലേറ്റഡ് ആണെങ്കിലും. അപ്പോൾ ഈ കടന്നു പോകുന്ന ചിന്തകൾക്ക് എപ്പോഴും ഒരു കൺക്ലൂഷൻ വരുത്തിയിട്ടേ ഞാൻ അവിടെ നിന്ന് എഴുന്നേൽക്കാറുള്ളൂ. അതുവരെ ഞാൻ ബെഡ് തന്നെയായിരിക്കും. അപ്പോൾ മേ ബി ഇറ്റ് വിൽ ഗോ ടു 1 hour more, ഒരു 7-7:30 maybe maximum it will go for. But still at that time also you are working. I am working, my brain is working. Yes, brain is working. Coming back to your dream, initially നമുക്കൊരു ഡ്രീം ഉണ്ടായിരുന്നു ബിസിനസ് തുടങ്ങണമെന്ന്. ഇപ്പം സാറിൻ്റെ ഡ്രീം എന്താ? എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഉള്ളൊരു ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു എൻ്റെ കറൻ്റ്ലി ഉള്ള ഡ്രീമിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ബേസിക്കലി. സോ ഐ എം ഗെറ്റിംഗ് ടു മൈ യുനോ റിട്ടയർമെൻറ്റ് ലൈഫ് മേ ബി ഇൻ അനദർ 10 years. ആണോ? കണ്ടാ പറയാല. സോ ആ ടൈം ഫ്രെയിം കൊണ്ട് ഐ നീഡ് ടു ബി യുനോ വെൽ സെറ്റിൽഡ് ഇൻ ടേംസ് ഓഫ് മൈ കിഡ്സ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ലാക്കിംഗ് ആയിട്ടുള്ള ബാക്കി സാഹചര്യങ്ങളുകൂടെ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അതിൻ്റെ കുറച്ചും കൂടെ കാര്യഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക പെൻഡിങ് കിടക്കുന്നുണ്ട്, അത് ചെയ്യണം. പിന്നെ വെൻ ഐ റിട്ടയർഡ് ഐ ഷുഡ് ബി ഏബിൾ ടു കംഫർട്ടബിളി ബി എ ഹാപ്പി പേഴ്സൺ. അപ്പോൾ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ഡ്രീം. പിന്നെ ലൈഫ് അല്ലെങ്കിൽ എൻ്റെ ഒരു വ്യക്തിപരമായ ഡ്രീം, പേഴ്സണൽ ഡ്രീം. പക്ഷേ ബിസിനസ് ഡ്രീമിനകത്ത് യെസ് ഐ നീഡ് ടു ഡൈവേഴ്സിഫൈ മൈ ബിസിനസ്. ഐ ആം ഓൺ ഇൻ അല്ലെങ്കിൽ ഐ ആം ഇൻ ദാറ്റ് പാത്ത്. സോ ഇപ്പോൾ ഞാനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓഡിയോ വിഷ്വൽ ഫീൽഡിലായിരുന്നു. നൗ ഐ സ്റ്റെപ്ഡ് ഇൻ ടു കംപ്ലീറ്റ് ELV സിസ്റ്റംസ്. ELV സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ഡിഫറെൻറ്റ് സിസ്റ്റംസ് ചെയ്യുന്നുണ്ട്. ഫയർ ഫൈറ്റിംഗ്, നെറ്റ്വർക്കിംഗ്, സെക്യൂരിറ്റി സിസ്റ്റംസ്, അങ്ങനെ ഡൈവേഴ്സിഫൈ ആയിട്ടുള്ള പല സിസ്റ്റംസ് പ്രൊജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഇൻവോൾവ് ആകുന്നു. നമ്മൾ വേറൊരു ഡിവിഷൻ അതിനകത്തേക്ക് ആഡ് ചെയ്യപ്പെട്ടു. അപ്പോൾ അത് ഈ ഗ്രോത്തിൻ്റെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഡ്രീമിലുള്ളതാണ് നമ്മളുടേതായ ഒരു ബ്രാൻഡ് ഷുഡ് ബി ദെയർ ഇൻ ദ മാർക്കറ്റ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പണിപ്പുരയിലാണ്. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഓൾ ദി ബെസ്റ്റ് ഫോർ ദാറ്റ്. താങ്ക് യു വെരി മച്ച്. അപ്പം ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ പറഞ്ഞു ഒരു ഡ്രീം എന്ന് പറഞ്ഞാൽ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. കറക്റ്റ്. എനിക്കൊരു ചെറിയ ഡൗട്ട്. അപ്പം നമുക്ക് കുറേ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ ഹാപ്പി ആയിരിക്കുമോ? വാട്ട് യു തിങ്ക്? ഒരിക്കലുമില്ല. പക്ഷേ അതൊരു റീസൺ ആവാം പലവർക്കും. എന്നെ സംബന്ധിച്ചും അതും ഹാപ്പി ആയിരിക്കാനുള്ള കാര്യങ്ങളിൽ ഒരു റീസണാണ്. അതുപോലെ അനേകം കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ ലൈഫിലുണ്ട്. സോ ഐ കനോട്ട് സേ കംപ്ലീറ്റ്ലി മണി ഈസ് ദ ഓൺലി റീസൺ ഫോർ എ പേഴ്സൺ ടു ബി ഹാപ്പി. അടുത്തായിട്ട് സാറിൻ്റെ ഒരു ഒപ്പീനിയനാണ്. അപ്പം ഒരു ബിസിനസ് ചെയ്ത് പണം ഉണ്ടാക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ഈ സൊസൈറ്റിക്ക് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്മാൻ എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും? വാട്ട് യു തിങ്ക്? നല്ലൊരു ചോദ്യമാണ്. ഞാൻ ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ അതിനൊരു ഉത്തരവും കണ്ടെത്തിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ ചിന്തിച്ചിരുന്ന എൻ്റെ ഇൻഡസ്ട്രി ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, ഓഡിയോ വിഷ്വൽ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടാണ്. എൻ്റെ ഇൻഡസ്ട്രിയിൽ അങ്ങനൊരു കോഴ്സോ അങ്ങനൊരു പ്രൊഫഷനോ ഉണ്ടെന്ന് ആ ഇൻഡസ്ട്രിയിലുള്ളവർക്കല്ലാതെ പുറത്ത് കോമൺ മാൻ അറിയില്ല. അപ്പം അതിനെപ്പറ്റി ഞാൻ ആലോചിച്ചപ്പോൾ അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ട് ഞാൻ. അപ്പം എനിക്ക് തോന്നിയൊരു കാര്യം, എന്തുകൊണ്ട് അങ്ങനെ ഒരു കോഴ്സോ അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് പ്രിപ്പറേഷനോ ഈ ഇൻഡസ്ട്രി ചെയ്യുന്നില്ല? അല്ലെങ്കിൽ നെക്സ്റ്റ് ജനറേഷന് വേണ്ടിയിട്ട്, വരുന്ന ജനറേഷന് വേണ്ടിയിട്ട് യങ് ടാലൻ്റ് ആയിട്ടുള്ള പ്രൊഫഷണൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള എൻജിനീയേഴ്സിനെയോ കാൻഡിഡേറ്റ്സിനെ കിട്ടാനുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഐ ഹാഡ് എ വിസിറ്റ് ടു US last year. So I met a team there who have a similar kind of thought, and they become an association there which is associated to our audio video industry called Avixa or Infocom. So they already started this kind of initiative almost 2 years before. So what they are doing, അവർ US-ലുള്ള കോളേജുകളിൽ they make webinars, then 1 hour 2 hour sessions, free sessions, and they will invite them. The students will come, they will introduce the industry, and they will give an awareness. Hey guys, there is an industry in this world which is an audio video industry which is equivalent and good with having great opportunities to grow in terms of technology, like IT or some other field എന്ന് അവർ ഒരു അവയർനെസ് കൊടുക്കുന്നു. And they are also trying to create syllabus for universities, and they are in talk with the university how, where and when to be launched. So I got a chance to discuss with them and interact with them. Then I also talked about it. What's your plan for the other regions in the world? They said to me, if somebody is there to work behind it, maybe we can support.
അപ്പോൾ അതെൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. എനിക്ക് എവിടെയെങ്കിലും അവസരം കിട്ടുമ്പോൾ ഞാനത് ഇപ്പോഴും പലരോടും പറയാറുണ്ട്. റീസെൻ്റ്ലി ഐ ഗോട്ട് എ ചാൻസ് ഇൻ കേരള because my brother-in-law is a management level in higher position in back Kerala of an engineering college and some other educational institution. So they become a deemed university now. So he was talking to me, some courses are there, new courses which we can introduce to this educational industry. Then I told to him, yeah, I have something too. Then he said, okay, give me the details. So something is working behind. I don't know when it will happen, but surely I think I'm approaching very closely to that. At least to start somewhere on a small note. I believe that will happen soon. That is all the best. Apart from that, വേറെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക? നമ്മുടെ ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ കൂടുതൽ ഇതിനെ റൂൾ ചെയ്യുക. അതെ അതെ. അപ്പം ഞാൻ കറൻ്റ്ലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എം ഗിവിങ് ഓപ്പർച്യൂണിറ്റി ടു മൾട്ടിപ്പിൾ പീപ്പിൾ. ജോബായിട്ടും അല്ലെങ്കിൽ അഡ്വൈസായിട്ടും അതുപോലെ തന്നെ ഒരു ബിസിനസ് എങ്ങനെ തുടങ്ങണമെന്ന് ചോദിച്ചു വരുന്ന ഒരാളോട് വാട്ട് ആർ ദ തിങ്സ് ടു ബി ടേക്കൺ കെയർ എന്നുള്ള രീതിയിലുള്ള അഡ്വൈസ് ഞാൻ കൊടുക്കാറുണ്ട്. ചില സമയത്ത് ബ്രെയിൻ സ്റ്റോമിങ് സെഷൻസ് പോലെ ചെയ്യാറുണ്ട്. ഈവൻ വിത്ത് മൈ പാർട്ട്നേഴ്സ് വിൽ സിറ്റ് വി ഡിസ്കസ്. അത് ബിസിനസ് എങ്ങനെ ഗ്രോ ചെയ്യുന്നത് മാത്രമല്ല, വാട്ട് ആർ ദ തിങ്സ് ടു ബി കറക്റ്റഡ് എന്നുള്ളത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും എൻ്റെ പാർട്ണറിൻ്റെ സൈഡിൽ നിന്നും ഞങ്ങൾ ചിന്തിച്ച് പരസ്പരം ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഇഫ് സംബഡി വി കം ടു നോ ദേ ആർ ഡൂയിങ് ബാഡ് ഇൻ ദ ബിസിനസ്, ഇഫ് ഐ നോ ദ പേഴ്സൺ വിൽ കോൾ, വിൽ സിറ്റ്, വിൽ ഡിസ്കസ്. ഞാൻ ആ എക്സസൈസ് ചെയ്തിട്ടുണ്ട്, ചെയ്യാറുണ്ട്. നമ്മൾ അവസാനത്തെ ഒരു ക്വസ്റ്റിലേക്ക് കിടക്കുകയാണ്. ഇപ്പം നമ്മൾ ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്തപ്പം പറഞ്ഞ പോലെ നമ്മളൊരു കോളേജ് കഴിഞ്ഞൊരു വ്യക്തി, ഒരു ആൺകുട്ടിയാവാം പെൺകുട്ടിയാവാം, അവർ മേ ബി ഒരു ബിസിനസ്സിൻ്റെ മേഖലയിലേക്ക് ചിന്തിക്കുന്നവരാവാം, അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യാൻ വേണ്ടി പോകുന്നവരാവാം. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എന്ത് അഡ്വൈസാണ് സാറിന് കൊടുക്കാൻ സാധിക്കുക? പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത്, ഇന്നത്തെ ജനറേഷന് അവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഓൾവേസ് ടേക്ക് എ റൈറ്റ് ഡിസിഷൻ. ഒരു ഡിസിഷൻ എടുക്കാനാണ് ഏറ്റവും പാട്. പറയാം. അപ്പോൾ ഹൗ ടു ടേക്ക് എ ഡിസിഷൻ. It's not necessary, or nobody said that you need to take a decision immediately, but take your own time. If you are good enough to take a decision immediately, you take it. ആരെങ്കിലും കൺസൾട്ട് ചെയ്യണോ അതോ സ്വന്തമായിട്ട് ഡിസിഷൻ? Not necessary. It's not necessary to take a consultation, because ultimately you are the person to take a decision on your note. അതായത് നമ്മൾ കൺസൾട്ടേഷൻ എടുക്കണ്ടെന്ന് ഞാൻ പറയില്ല. ഇഫ് യു ഹാവ് എൻ ഓപ്പർച്യൂണിറ്റി ഓർ എ പോസിബിലിറ്റി ടു ഡു ഇറ്റ്. ബട്ട് ഡിസിഷൻ വിൽ ബി ഓൾവേസ് യുവേഴ്സ്. കാരണം കൺസൾട്ട് ചെയ്യുന്ന ആൾ അയാളുടെ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾക്കൊരു ഉപദേശം തരുന്നത്. നിങ്ങൾ ഡിസിഷൻ എടുക്കുന്നത് നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ ഡിസിഷൻ എടുക്കുന്നത്. സോ യു ക്യാൻ ലിസൺ ടു ഹിം, ബട്ട് യു ഷുഡ് നോ ഹൗ ടു റീമോഡൽ ദാറ്റ് അഡ്വൈസ് ടു യുവർ എൻവയോൺമെൻറ്റ്. അതിന് നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഡോണ്ട് ടേക്ക് ദ അഡ്വൈസ്. യു ടേക്ക് യുവർ ഡിസിഷൻ ഓഫ് യുവർ ഓൺ, ബട്ട് ടേക്ക് യുവർ ടൈം. think 1, 2, 3 time. Then എൻ്റെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ I am also a spiritual man. I am a God fearing man. I love God and I take a decision always asking him. So take a support. If you are a spiritual man, if you believe in God, you fear God, you do that. Then once you take a decision, there the key is, whatever the decision you take it, you should stick on with your decision. Don't be rethinking or put in between and go back to your old way it was. So you should go forward. ഞാൻ പണ്ടും ഒക്കെ ഒരു കാർട്ടൂണൊക്കെ കണ്ടിട്ടുണ്ട്. അതായത് നമ്മൾ ഭൂമി കുഴിച്ച് പോവും, നമ്മൾ അങ്ങ് ഒരു ഡയമണ്ട് കണ്ടിട്ടാണ് നമ്മൾ കേട്ടതനുസരിച്ച്, അല്ലെങ്കിൽ ഒരു ഗോൾഡ് നിധി കണ്ടിട്ടാണ് നമ്മൾ പോണത്. കുഴിച്ച് പോയി ലാസ്റ്റിലെത്ത് ഒരു തുമ്പയോടെ വെട്ടിക്കഴിഞ്ഞാൽ മേ ബി ഐ വിൽ ഗെറ്റ് ദ ഗോൾഡ്. പക്ഷേ അപ്പോഴേക്ക് ഞാൻ ടയേർഡായി, അല്ലെ എൻ്റെ പാത്ത് മുഴുവൻ സ്ട്രഗിളാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇട്ടിട്ട് പോയി. എനിക്കൊന്നും കിട്ടിയതുമില്ല, എൻ്റെ സമയം പോയി, ഞാൻ ചിന്തിച്ചും വെറുതെ എന്ന് പറഞ്ഞ പോലെ സംഭവിക്കരുത്. സോ വി ഷുഡ് ഓൾവേസ് സ്റ്റിക്ക് ഓൺ ടു ദ ഡിസിഷൻ ആൻഡ് ഗോ ഫോർവേഡ്. ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം ഗിവിങ് യു ദ സക്സസ് എന്ന് വിശ്വസിക്കുന്ന ഞാനാണ്. അപ്പോൾ ആ അഡ്വൈസാണ് ഞാൻ കൂടെ ഹാർഡ് വർക്കും ചെയ്യുക. സോ ഒബ്വിയസ്ലി റിസൾട്ട് വിൽ കം ടു യു. ഇതാണ് എനിക്ക് പറയാനുള്ള ഒരു അഡ്വൈസ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.
അപ്പം ഇത്ര നേരം നമുക്ക് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. ഓൾവേസ് വെൽക്കം. അപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു. ബിസിനസ്സിലും അതേപോലെ ഫാമിലി കുടുംബജീവിതത്തിലും എല്ലാവിധ നന്മകളും നേരുന്നു. അപ്പം ഇനിയും നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ ഞാൻ വരും. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. God bless you all. താങ്ക് യു സോ മച്ച്. My pleasure. താങ്ക് യു. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നൊരു ബിസിനസ്സുകാരൻ്റെ ജീവിതത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. കേട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഒത്തിരി ഇൻഫർമേറ്റീവ് ആയിരിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയും കാണുന്നോണം വരെ ബൈ ബൈ.